Hello guys, welcome back to my YouTube channel. So, we will discuss the 5th semester BA English in the subject Appreciating Drama and Theatre. The Man Who Turned into Stick എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേ ആണ്. സോ ഈ പ്ലേ എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ പറയാനുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ ടൈമിൻ്റെ അവൈലബിലിറ്റി കാരണം ഒരു അബ്സർഡ് പ്ലേ ആണിത്. സോ ദ മാൻ ഹൂ ടേൺഡ് ടു സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നെയിംലെസ് ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഒരു നോൺ എക്സിസ്റ്റൻറ്റ് പ്ലോട്ടാണ്. ബട്ട് ഇറ്റ് ഹാസ് the power to keep the viewers glued in the seat because they recognize themselves in the characters. So ഈ ഒരു സ്റ്റോറിക്ക് ഈ ഒരു പ്ലേയ്ക്ക് അതിൻ്റേതായ ഒരു വ്യൂവേഴ്സിന് അവിടെ ഇരുത്താനുള്ളൊരു കഴിവുള്ളൊരു പ്ലേ ആണ്. കാരണം അതിൽ ക്യാരക്ടേഴ്സ് നമ്മളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹീ ഈസ് എ മാസ്റ്റർ ഓഫ് ക്യാപ്ചറിങ് വ്യൂസ്, അറ്റൻഡിങ് ആൻഡ് ദെൻ ഷെയറിങ് സം ഓഫ് ദ മോസ്റ്റ് പ്രൈവറ്റ് തോട്ട് ആൻഡ് ഇമോഷൻസ്. സോ അദ്ദേഹം, അതായത് കോബേബി എന്ന് പറയുന്ന റൈറ്റർ അല്ലെങ്കിൽ ഓതർ, അദ്ദേഹം ഈ ഒരു അറ്റൻഷൻ എല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കാണികളുടെ അട്രാക്ഷൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാനും ഒരു കഴിവുള്ള തരം റൈറ്ററാണ്. സോ ഡൊണാൾഡ് ലോറൻസ് കീനാണ് ഈ അമേരിക്കൻ ബോൺ ജപ്പാനീസ് സ്കോളർ. അദ്ദേഹം ഒരു ടീച്ചറാണ്, ഹിസ്റ്റോറിയനാണ്, റൈറ്ററാണ്, ജാപ്പനീസ് ലിറ്ററേച്ചറാണ്. ഹി വാസ് എ പ്രൊഫസർ അറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി. സോ ഇതിൻ്റെ ട്രാൻസ്ലേറ്റർ അദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഇതിൻ്റെ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലേയിലൊരു ഫാൻറ്റസിസം ഉണ്ട്. ഓതർ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അതിലേക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി എൻ്റർടൈൻ ദ ഓഡിയൻസ് and at the same time reveal some of their deepest secret. അദ്ദേഹത്തിന് കുറച്ച് ഡീപ്പസ്റ്റ് സീക്രട്ട് ദ മാൻ ഹൂ ടേൺഡ് ഇൻ ടു സ്റ്റിക്ക് എന്ന് പറയുന്നതിലൂടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. വാസ് നോട്ട് വെരി പോപ്പുലർ ഔട്ട്സൈഡ് ജപ്പാൻ, ബട്ട് ഇറ്റ് ഹാസ് സറണ്ടേർഡ് എ അഡ്വൻറ്റേഗ്രേറ്റഡ് തീം, സീനറീസ് ആൻഡ് സ്റ്റൈൽ. പ്രത്യേകതരം സീനറീസും സ്റ്റൈലുമാണ് ആ ഒരു പ്ലേക്കുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ഓഫ് എക്സ്റ്റേണലിസം ആൻഡ് തിയേറ്റർ ഓഫ് അബ്സേർഡ് പ്ലേ ആണിത്. ഒരു അബ്സേർഡിസം വ്യൂ ആണ്. അദ്ദേഹം ഒരു ഡീപ്പ് കോൺസെൻട്രേഷനാണ് ഇതിൻ്റെ ആക്ടിങ്ങിൽ വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു എഫക്റ്റീവ് മൂവ്മെൻ്റ് ആണ്. പിന്നെ സൗണ്ട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേ എന്ന് പറയുന്നത് ജനറേഷൻ കോൺഷ്യസ്നെസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലേയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ നമ്മുടെ ഓതറിനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയി. സോ അദ്ദേഹത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. കോബേബി 1924 ജനിച്ചു. 1993 അദ്ദേഹം അന്തരിക്കുന്നത്. ടോക്കിയോയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം, ജപ്പാനിൽ. ടീനേജർ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു വളരെ വലിയൊരു സ്റ്റോറി ടെല്ലറാണ്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. വുമൺ ഇൻ ഡ്യൂസ് 1962. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്ലേസ് ഉണ്ട്. ദ മാൻ ഹൂ ടേൺ ഇൻ ടു സ്റ്റിക്ക് 1976 വന്നിട്ടുള്ളത് ഈ ഒരു പ്ലേ. സോ ഈ ഒരു പ്ലേയിൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മാൻ ഫ്രം ഹെൽ ഒരു സൂപ്പർവൈസറായിട്ട് ആക്ട് ചെയ്യുന്നു. വുമൺ ഫ്രം ഹെൽ റീസെൻ്റ്ലി അപ്പോയിൻറ്റഡ് ടു ദ എർത്ത് ഡ്യൂട്ടി സ്ക്വാഡ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ്. ദ മാൻ ഹൂ ടേൺ ഇൻ ടു സ്റ്റിക്ക്, ഹിപ്പി ഗേൾ, ഹിപ്പി ബോയ്, വോയ്സ് ഫ്രം ദ ഹെൽ. ഇത്രയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. സോ ഇത് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് വായിച്ചു കൊടുക്കാൻ മറക്കണ്ട. സോ താങ്ക് യു.